പേരാരാ? ഞാൻ പാടാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിഷയൻ പ്രണാമം. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിഷയൻ പ്രണാമം. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും നന്മയായി നീ അണയോ. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും നന്മയായി നീ അണയോ. കണ്ണിന് കനവായി കാതിന് കുളിരായി ഉള്ളിലെ ഉണർവായി നീ തെളിയോ. കണ്ണിനു കനവായി കാതിന് കുളിരായി ഉള്ളിലെ ഉണർവായി നീ തെളിയോ. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിഷയൻ പ്രണാമം. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിഷയൻ പ്രണാമം. താങ്ക് യു. Thought of today. ആരുമില്ലേ? ഞാൻ പറയാം മാം. Be happy in the moment, that's enough. Each moment in all, we need not more. Mother Teresa. Thank you, ma'am. Okay. Signing. ഞാൻ പറയാം. ഓട്ടോമൊബൈൽ ലോകത്ത് ചരിത്രം വിരചിച്ച കഠിനാധ്വാനിയായ വ്യവസായ പ്രമുഖനായിരുന്നു ജപ്പാനിലെ സോയിച്ചിറോ ഹോണ്ട. ഒരു ഇരുമ്പ് പണിക്കാരന്റെ മൂത്ത മകനായി ജനിച്ച ഒരു ഹോണ്ട പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു നല്ല ഭാവി പടുത്തുയർത്താനായി നാടുവിട്ടു. ടോക്കിയോ പട്ടണത്തിലേക്ക് പോയി. തന്റെ പിതാവിൽ നിന്നും പഠിച്ച് സൈക്കിൾ റിപ്പയറിംഗ് മാത്രം കൈമുതലാക്കിയിട്ടുണ്ടായിരുന്ന ഹോണ്ടയ്ക്ക് ടോക്കിയോയിലെ ഒരു ഓട്ടോ റിപ്പയറിംഗ് കമ്പനി ജോലി നൽകി. പക്ഷേ തന്റെ പ്രാവീണ്യം കാണിക്കാൻ ഒരു അവസരം നൽകാതെ കടയുടമയും ഭാര്യയും ഹോണ്ടയെ 1 വർഷത്തേക്ക് തങ്ങളുടെ കുഞ്ഞിനെ നോക്കാനുള്ള പണിയാണ് ഏൽപ്പിച്ചത്. തന്റെ ഓട്ടോമൊബൈൽ വിജ്ഞാനം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ പലപ്പോഴും ഹോണ്ട വിജയം കണ്ടില്ല. ഒരു കാർ സക്സസ് ആക്കാനുള്ള ഉദ്യമം പരാജയപ്പെട്ടു. ടൊയോട്ടോ മോട്ടോർ കോർപ്പറേഷനിലേക്ക് ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടു. ജോലിയില്ലാതിരുന്ന സോയിച്ചിറോ സ്വന്തമായി സ്കൂട്ടർ ഉണ്ടാക്കി വിൽക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തെ അറിയുന്നവർ സ്കൂട്ടർ വാങ്ങി. അതായിരുന്നു ഹോണ്ട കമ്പനിയുടെ തുടക്കം. സൈക്കിളിൽ മോട്ടോർ പിടിപ്പിച്ച് ഉണ്ടാക്കിയവയായിരുന്നു ആദ്യ സ്കൂട്ടറുകൾ. സാവകാശം ഹോണ്ട കമ്പനി വളർന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ കമ്പനിയായി മാറി. ഇന്ന് ഹോണ്ട എല്ലാവിധ മോട്ടോർ വാഹനങ്ങളും ഉണ്ടാക്കുന്ന വൻ കമ്പനികളായി വളർന്നിരിക്കുന്നു. പലരും അസാധ്യമെന്ന് കരുതിയ കാര്യമാണ് ഹോണ്ട നേടിയത്. താങ്ക് യു മാം. സൈൻ ഇൻ ബൈ നോഫല. Okay. Morning to all. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. കാണുന്നില്ലേ?
കാണാമോ? ഇല്ല കാണാം മാം. മാം. ഇല്ല. കാണുന്നുണ്ട്. എനിക്ക് ഇപ്പൊ കാണാം. അപ്പൊ കാണുന്നു. മിസ് ഇന്ന് അടിപൊളിയായിട്ടുണ്ട്. യൂണിറ്റ് 6 ആണ് എടുക്കുന്നത് കേട്ടോ. അതില് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അപർണ മിസ് എടുക്കും. ഡെവലപ്മെന്റ് പ്രൊഫൈല് ടീച്ചർ ആയിരിക്കും. 6 കഴിഞ്ഞിട്ട് നമുക്ക് 3 എടുക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ് എന്ന ചാപ്റ്റർ ഇല്ലേ, ചാപ്റ്റർ 3 കണ്ടോ? അത് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം കഴിഞ്ഞിട്ട് അത് എടുക്കാം. ഓക്കെ, കേട്ടോ നിങ്ങള്? കേട്ടു മാം. Yes, ma'am. കേട്ടു മാം. ഒന്നുകൂടി പറഞ്ഞു മാം. ഓ ഒന്നുമില്ല, യൂണിറ്റ് 3 6 കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഓക്കെ മാം. യൂണിറ്റ് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. യൂണിറ്റ് 6 എന്താണ്? സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. ഫസ്റ്റ് വൺ വരുന്നത് റൂഫിംഗ് ആണ്. There are 4 types of roofing. നമ്മൾ ക്ലാസ് റൂമിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ക്ലാസ് റൂമുകൾ എങ്ങനെയാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? വെറുതെ ക്ലാസ്സിൽ പോയി പഠിപ്പിച്ചാൽ മാത്രം പോരാ, സ്കൂൾ എങ്ങനെയാണ്, ക്ലാസ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതും കൂടി നമ്മൾ അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അതേപോലെ ബ്ലാക്ക് ബോർഡിന്റെ പ്രത്യേകത എന്താണ്? എത്ര ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡുകൾ ഉണ്ട്, എങ്ങനെയാണ് കുട്ടികളെ നമ്മുടെ ക്ലാസ്സിൽ ഇരുത്തേണ്ടത്, സീറ്റ് അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, ഹൈറ്റ് ഓർഡറിലാണോ ആൽഫബറ്റിക്കൽ ഓർഡറിലാണോ, പിന്നെ ഏതൊക്കെയാണ്, ഏത് രീതിയിലുള്ള ടൂറുകൾ നമുക്ക് സംഘടിപ്പിക്കാം ക്ലാസ് റൂമില്, ടൈപ്പ് ഓഫ് ടൂറുകൾ എന്തൊക്കെയാണ്, മറ്റു ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് എന്ത് വരുന്നത്. സോറി, ടൂർ അല്ല, ടൂർ മറ്റേ ചാപ്റ്ററിലാണ്. സീറ്റ് അറേഞ്ച്മെന്റ്സ്, സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, പിന്നെന്താണ് യൂണിഫോം. ഇത്രയും വരെ നമ്മുടെ ക്ലാസ്സിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ദി ക്ലാസ് റൂം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? റൂഫിംഗ്. റൂഫിംഗ് എന്താണ്? റൂഫിംഗ് Yes, there are 4 types of മേൽക്കൂരാസ്. Roofing അല്ലെ? There are 4 types of roofing. ഏതൊക്കെയാണ്? RC centering, tile roofing, sheet roofing, thatched roofing. Okay, first one, RC centering. Many of the schools are with RC centering, and with 1 or 2 top floors, people like to enter their kids to mostly this type of schools only. എന്താണ് RC centering? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? RCs കോൺക്രീറ്റ് വരുന്നുണ്ടോ? കോൺക്രീറ്റ് ഇതാണ് RC സെന്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് എഴുതി വെച്ചേ, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്നാണ് RC എന്ന് പറയുന്നത് കേട്ടോ. റീഇൻഫോഴ്സ്ഡ്, REINFORCED, റീഇൻഫോഴ്സ്ഡ്, REINFORCED, reinforced concrete, that is RC centering. Reinforced concrete, അതിൽ നമ്മുടെ കോൺക്രീറ്റിനാണ് ഈ സെന്റർ ഓഫ് റൂഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മിക്ക സ്കൂളുകളിൽ എന്താണ്? Many of the schools are with RC. നമ്മൾ മിക്ക സ്കൂളിൽ എന്താണ്? കോൺക്രീറ്റ് മേൽക്കൂരകളാണ് കാണുക. ആരാണ് സംസാരിക്കുന്ന ക്ലാസ്സിൽ? അറിയില്ല. മിക്ക സ്കൂളുകളിൽ നമ്മൾ എന്താണ് കാണുന്നത്? RC സെന്ററിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റഡ് ആയിട്ടുള്ള മേൽക്കൂരകളാണ് കാണുന്നത്. അപ്പൊ അതിൽ 1, 2, 3 നിലകളൊക്കെ ചിലപ്പോൾ ഫ്ലോറുകളായിട്ടായിരിക്കും തയ്യാറാക്കുന്നത്. Then people like to enter their kids to mostly this type of schools only. അപ്പൊ പാരന്റ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള സ്കൂളുകളാക്കാൻ. അതായത് ഇപ്പൊ 5 നില 10 നിലയുള്ള സ്കൂളിലൊക്കെയാണ് നമ്മൾക്ക് ഇഷ്ടമല്ലേ കുട്ടികളെ ആക്കാനായിട്ട്. ആ ഒരു പ്രൗഡി അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചെന്നുള്ളൂ, ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ ആക്കാനാണ് പാരന്റ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ,
ഇതാണ് RC സെൻട്രിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റത്തെ ഓപ്ഷൻ മനസ്സിലായോ? ഫസ്റ്റത്തെ ടൈപ്പ്. Okay, next is tile roofing. Tile roofing എന്താണ്? Most of the classroom of all the type of schools have a tile roof only. Correlate with RC roofing, this type will be thought. Arranging the faults of roofs may solve the problem to an extent. ഇനി എന്താണ് ടൈൽ റൂഫിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ പഴയ ക്ലാസ് റൂമുകളിലൊക്കെ ഓൾഡ് ടൈപ്പ് ഓഫ് ക്ലാസ് റൂമിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ടൈൽ റൂഫിംഗ്. ടൈൽ എന്താണ്? ഓട് അല്ലെ? ഓടിന്റെ ക്ലാസ് റൂമുകൾ കണ്ടിട്ടില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് യെസ്, നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഓഡിറ്റർ ക്ലാസ് റൂമിൽ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഓഡിറ്റർ ക്ലാസ് റൂമില് RC എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കേട്ടോ. യെസ്, നമ്മൾ ഒത്തിരി പേര് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മൾക്ക് ഒരു നൊസ്റ്റാൾജിയ നിൽക്കുന്ന ഒരു ക്ലാസ് റൂമുകളാണത് ഓഡിറ്റർ ക്ലാസ് റൂമുകൾ. പണ്ട് കാലത്തിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ്, ഇപ്പോഴും ചില സ്കൂളുകളിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ, എല്ലാ സ്കൂളുകളിലും അങ്ങനെയല്ല അല്ലെ? ടൈൽ റൂഫിംഗ് അല്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളുകളിൽ ടൈൽ റൂഫിംഗ് നമ്മൾ കൂടുതൽ കാണാറുണ്ട്. ഓക്കെ, then correlate with RC roofing, this type will be hot. ഇനി ഈ ടൈൽ റൂഫിംഗും അല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് എന്താണ്, അത് കുട്ടികൾക്ക് ഭയങ്കര റൂഫിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത്. Then arranging the false roof may solve the problem to an extent. പിന്നീട് എന്താണ്, ഇത് രണ്ടും കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളത് മാറ്റി ടൈല് മാത്രമായിട്ടുള്ള രീതിയിലും ക്ലാസ് റൂം, അതായത് ഓഡിറ്റർ ക്ലാസ് റൂമുകൾ മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അതായത് കോൺക്രീറ്റ് കൂടാതെ കോൺക്രീറ്റും ടൈലും കൂടി ഒരുമിച്ച് ചേർക്കാതെ ടൈൽ റൂഫ് മാത്രമായിട്ടുള്ള രീതിയിലാണ് പിന്നീട് അങ്ങോട്ട് ചെയ്യാൻ ആരംഭിച്ചത്. ആദ്യം ടൈലായിരുന്നു, പിന്നീട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കോറിലേറ്റ് ചെയ്യാൻ നോക്കി. അതിനുശേഷം എന്താണ്, ചൂടാണെന്ന് മനസ്സിലായത് കൊണ്ട് കുട്ടികൾക്കത് ക്ലാസ് റൂമിൽ ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു അറേഞ്ച്മെന്റ്സ് നമ്മൾ മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, അതാണ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പ് എന്താണ്? തേർഡ് ടൈപ്പ് ഓഫ് റൂഫിംഗ് ഷീറ്റ് റൂഫിംഗ്. മിണ്ടാതിരിക്കല്ലേ, പറയണേ. ഷീറ്റ് റൂഫിംഗ്. ഷീറ്റ് റൂഫിംഗ് മേ ബി സിമന്റ് ഷീറ്റ്. നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളിപ്പോ കമന്റെ ക്ലാസ്സിലുണ്ടോ? കമന ക്ലാസ്സിൽ കയറിയിട്ട് കമനയുടെ റിയൽ ക്ലാസ്സിന്റെ കാര്യം എന്താ പറയുന്നത്? കമന ക്ലാസ്സിൽ കയറിന്ന് വിചാരിക്കാം. കമന ക്ലാസ് എടുത്തിട്ട് കമന എത്ര പറഞ്ഞിട്ട് കുട്ടികൾ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ കമനയ്ക്ക് എന്താവും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? കമനയുടെ ഒരു വല്ലാത്തൊരു മുമ്പോട്ട് ക്ലാസ് എടുക്കാൻ ഒരു പാടാണ്. ആർക്കും ശ്രദ്ധിക്കുന്നില്ലേ, മനസ്സിലാവുന്നില്ലേ, ഭയങ്കര ബോറാണ്. അതെ അതെ, അത് തന്നെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. മിണ്ടാതിരിക്കരുത് കേട്ടോ. ഓക്കെ, ഷീറ്റ് റൂഫിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഏതൊക്കെ ഷീറ്റ് റൂഫിംഗ് ആയിട്ട് ഉണ്ടാക്കണം? നമ്മൾ ആസ്പെറ്റോസിന്റെ ഷീറ്റ് ഉണ്ടായിരുന്നു. ഷീറ്റ് മനസ്സിലായില്ലേ? ഷീറ്റ് മനസ്സിലായി മാം. Sheet roofing may be a cement sheet roofing, asbestos or tin sheet roofing or light roofing. Generally, the classroom with the sheet roofing are made like sheds only. നമ്മള് ഇത് പണ്ട് നമ്മുടെ പാരലൽ കോളേജസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, പാരലൽ കോളേജസ് അറിയാവോ? പഠിച്ചിട്ടുണ്ടായിരുന്നോ പാരലൽ കോളേജില്? പണ്ടത്തെ ട്യൂഷൻ സെന്റർ പണ്ടുണ്ടായിരുന്ന സ്കൂളുകളിൽ ഇപ്പൊ ഓഡിറ്റർ അല്ലാതെ തന്നെ നമ്മൾ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യാറുണ്ട് അല്ലെ? ഷീറ്റ് ചുറ്റും കവർ ചെയ്യാറുണ്ട്. സൈഡ് വാൾസ് തന്നെ ഷീറ്റ് ആയിരിക്കും, മുകളിലും ഷീറ്റ് ആയിരിക്കും, താഴെ മണ്ണ് തന്നെ ആയിരിക്കും അല്ലെ? താഴെ മണ്ണ് തന്നെ ആയിരിക്കുള്ളൂ. നമ്മുടെ എന്ത് വരുന്നത്, താഴെ വരുന്ന പോർഷൻസ് മണ്ണായിരിക്കും. ഈ മഡ് കൊണ്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഷീറ്റ് പ്രൂഫ് ടൈൽസുള്ള ക്ലാസ് റൂമുകൾ വരാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഒന്നും ഇല്ല അല്ലെ? ഒരുപാട് മാറ്റം വന്നു. ട്യൂഷൻ ക്ലാസ്സിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല, ട്യൂഷൻ ക്ലാസ്സിൽ മാത്രമേ ഷീറ്റ് റൂഫിംഗ് കാണുന്നുള്ളൂ. ഓക്കെ, അടുത്ത ടൈപ്പ് എന്താണ്?
പാച്ച് പ്രൂഫിംഗ്. ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ഈ ഷീറ്റ് പ്രൂഫിംഗ് എന്നിരിക്കുമ്പോ ഷെഡ്സിന്റെ രൂപത്തിലാണ് രൂപപ്പെടുന്നത് അല്ലെ. ഷെഡ് കണ്ടിട്ട് നിങ്ങള് ഷെഡിന്റെ പ്രത്യേകത എന്താ? ഷെഡിന്റെ പ്രത്യേകത എന്താ? ഓപ്പൺ ആയിരിക്കത്തില്ലേ ഒരു സൈഡ്, അങ്ങനെയാണോ? ഒരു സൈഡ് ഷെൽസ് ചെറുതായിരിക്കും, ഓപ്പൺ ആയിരിക്കുള്ളൂ. നമുക്ക് വളരെ ഈസിലി ആക്സസിബിൾ ആണ്, പോയി വരാനും ഇറങ്ങാനൊക്കെ എളുപ്പമായിരിക്കുള്ളൂ. അവിടെ ഒരു കവറിങ്സ് ഒന്നും വരില്ല. കവറിങ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഒരു ഡോർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെ ആയിരിക്കും, അതും ഷീറ്റ് കൊണ്ടായിരിക്കും ഒരു ഡോർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതായിരിക്കും. ഒരു ഷെഡ് പോലെ രൂപപ്പെടും. പാച്ച് പ്രൂഫിംഗ്. പാച്ച് പ്രൂഫിംഗ് എന്താണ്? It can be provide good health to person residing underage. People normally consider the school having thatcher roofing as a poor school. Apart from this, sometimes the class are taken in the open air, possibly under trees. This can be also called the free roofing classes. The thatcher roofing നോക്കുക. Thatcher roofing എന്ന് പറഞ്ഞാൽ എന്താണ്? ഓലമേഞ്ഞ സ്കൂളുകൾ അല്ലെ. ഓലമേഞ്ഞ സ്കൂളുകൾ കണ്ടിട്ടില്ലേ? പഠിക്കുമ്പോ ഓലയായിരുന്നു ഞാൻ. +1 +2 ഓലയായിരുന്നു. അതെ മാം. ഇവിടെ പറയുന്നുണ്ട് ഓലമേഞ്ഞ ക്ലാസ്സിൽ ഇരിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല വയ്യായികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ക്ലാസ്സിൽ കയറിയിരിക്കുന്ന? മഴ പെയ്ത ചോർച്ചയുണ്ടാവും മഴ പെയ്യുമ്പോ ആ ഓലയുടെ. അതല്ല ചോദിച്ചത്, ഇന്ന് നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സോറി മാം. ഇല്ല മാം, ഇല്ല ഇന്നില്ല, നല്ല മഴയാണ് പുറത്ത്. അതാണ്. അപ്പൊ ഈ പാച്ച് റൂഫിങ്ങിന് കീഴിലിരുന്ന് പഠിക്കുന്നത് ഏറ്റവും ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ. ഗുഡ് ഹെൽത്ത് ആണ് ഓരോ കുട്ടികൾക്കും എന്താണ്, അത് ഒരു ഗുഡ് ഹെൽത്ത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല പക്ഷെ people normally consider the school having thatcher roofing as a poor school. ചില പാരന്റ്സ് അല്ലെ ചില ആളുകളുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഓലമേഞ്ഞ സ്കൂളുകൾ അവർ നോക്കി കാണുന്നത് എങ്ങനെയുള്ള സ്കൂളായിട്ടാണ്? പാവപ്പെട്ട സ്കൂളാണ്, അല്ലെങ്കിൽ ഒരു പുവർ സ്കൂളാണ്. അവര് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത സ്കൂൾ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്കൂളിലൊന്നും ആരും കുട്ടികളെ കൊണ്ട് ചേർക്കില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാ സാധാരണക്കാർക്കും ഉണ്ട്, വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും ഉണ്ട് അല്ലെ. അവർ സ്കൂളിൽ പഠിക്കാൻ ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ പക്ഷെ ഏറ്റവും ആരോഗ്യത്തിന് നല്ലത് എന്താണ്? അത്തരത്തിലൊരു ഓലമേഞ്ഞ കുതിരിനുള്ളിൽ ഇരുന്ന് പഠിക്കുന്നത്. ആൾക്കാർ പഠിക്കുന്നവരാര് എവിടെ ഇരുന്ന് പഠിച്ചാലും പഠിക്കും അല്ലെ. എത്ര പൊട്ടനാണെങ്കിലും എത്ര ബുദ്ധിശാലിയാണെങ്കിലും എവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും നമുക്ക് കിട്ടും. അത് അത്രേ ഉള്ളൂ. പക്ഷെ ആൾക്കാരുടെ കോൺസെപ്റ്റുകൾ വ്യത്യാസമാണ്. അതൊരു ഏറ്റവും കുറഞ്ഞ സ്കൂൾ, വില കുറഞ്ഞ സ്കൂളായിട്ടാണ് നമ്മൾ ഈ ഓലമേഞ്ഞ ക്ലാസ് റൂമുകളിൽ കാണുന്നത്. അപ്പൊ ആരും തന്നെ കുട്ടികളെ അവിടെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ചേർക്കുന്നില്ല. ഇനി നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ക്ലാസ് റൂം ആണ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സ്ട്രക്ചർ ആണ് ട്രീ റൂഫിംഗ് ക്ലാസ്സസ്. പഠിച്ചിട്ടുണ്ടോ നിങ്ങളെ ട്രീ റൂഫിംഗ് ക്ലാസ്സസില്? ഇടയ്ക്കൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട് അല്ലെ. യെസ്, ഓപ്പൺ എയർ ക്ലാസ് റൂം ആണ് അതല്ലേ. ഓപ്പൺ എയർ ആണ്. പോസിബിളി അണ്ടർ ട്രീസ്. ദിസ് ക്യാൻ ഓൾസോ ബി കോൾഡ് ട്രീ റൂഫിംഗ് ക്ലാസ്സസ്. മരത്തണലിൽ ഇരുന്ന് പഠിക്കുക. ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മരത്തിന്റെ ചോട്ടിൽ മാവിന്റെ ചോട്ടിൽ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാണ്ട് സ്ഥിരം പണ്ട് കാലത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളിന് ചുറ്റും അത്തരത്തിലുള്ള മരങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു, വലിയ പ്ലാവുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല ബോഗൺവില്ലയുടെ തന്നെ മരങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അതിന്റെ വേരുകൾ തന്നെ നമ്മുടെ എന്താണ് ചുറ്റും ഇങ്ങനെ ഉണ്ടാവും. അതായത് ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോ ഉമ്മയ്ക്ക് അറിയാൻ പറ്റും, പണ്ട് നല്ല വലിയ 2 മരങ്ങൾ ഉണ്ടായിരുന്നു. അത് വെട്ടിക്കളഞ്ഞു, ഇപ്പൊ 2 വെട്ടിക്കളഞ്ഞു. അതിന്റെ വേരുകൾ എന്ന് വെച്ചാൽ സ്കൂളിന്റെ കോമ്പൗണ്ട് മുഴുവൻ ഇരിക്കും. അപ്പൊ ഓരോ കുട്ടികൾക്ക് ഓരോ ഭാഗങ്ങളിൽ ഇരിക്കായിരുന്നു. നല്ല രസമാണ് അത്. പുറത്തു പോയിരിക്കുന്നത് മിക്കവാറും മലയാളം ക്ലാസ്സില് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചർ ഇവരാരെങ്കിലും ആയിരിക്കും ഇവിടെ പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ പോയി എടുക്കാൻ, അല്ലെങ്കിൽ മലയാളം ടീച്ചർ ആണെങ്കിൽ പദ്യം ചൊല്ലാനോ കഥ പറയാനൊക്കെ. പക്ഷെ എന്ത് രസമായിരിക്കും അല്ലെ ക്ലാസ്സില്. ടീച്ചർ അവിടെ ഒരു കസേര ഇട്ടിരിക്കും, പക്ഷെ ടീച്ചർ നമ്മളെ ഇരിക്കാൻ പറ്റില്ല. കുട്ടികളെല്ലാം ഇരുത്തിയിട്ട് ചുറ്റും ഇങ്ങനെ നടന്നാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. ഓക്കെ, നല്ലൊരു ഓർമ്മയാണല്ലോ നമുക്കത്. പക്ഷെ നമ്മള് ക്ലാസ് ഒന്നും കേട്ടിരിക്കില്ല, അവളോടെയൊക്കെ നോക്കിയിട്ടിരിക്കും. കുറച്ചേരം ടീച്ചർ അവളോടായിരിക്കും,
പിന്നെ അപ്പുറത്തേക്ക് വർത്താനം പറയും. ആ ഒരു രസമാണല്ലേ, ഒരു പീരീഡ് എന്ന് പറയുന്നത് നമുക്കൊരു രസം ടൈമാണ്. അതൊക്കെ നല്ലൊരു ഓർമ്മകളാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് മിസ് ചെയ്യുന്നത്. ഞാൻ പോയപ്പോ ഒരു പ്രാവശ്യം കുട്ടികളെ പുറത്തോട്ട് ഇറങ്ങി, എന്റെ പൊന്നു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ആൺകുട്ടികളൊക്കെ പ്രശ്നമല്ല, പക്ഷെ പെൺകുട്ടികളെ താഴെ വന്നത് ഭയങ്കര വർക്കാണ്. ഭയങ്കര വിശേഷം പറയില്ല, റോട്ടിൽ നോക്കണം, അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം. ഒരു അരമണിക്കൂർ ഇരിക്കുന്നത് വേഗം ക്ലാസ്സിലോട്ട് കഴിച്ചു. ഇപ്പോഴത്തെ കുട്ടികളുടെ നടക്കില്ല. പണ്ട് നമുക്ക് അധ്യാപകരെ പേടിയായിരുന്നു മാം. അവര് പറയണതിന്റെ അപ്പുറത്ത് നമ്മൾ പോകൂലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയല്ല, അവരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ശരിയാണ്. എന്റെ മോളെ ക്ലാസ്സിൽ ഇന്നലെ ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് ചെടിയെല്ലാം കാണിച്ചിട്ട് ഫുള്ള് ക്ലാസ് എടുക്കുന്ന വീഡിയോ. എന്താ മസീഫ പറഞ്ഞത്? ഇന്നലെ മോളെ ക്ലാസ്സിൽ ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് അവര് ഗാർഡനിലെല്ലാം പോയിട്ട് ചെടീനെല്ലാം ടീച്ചർ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പോലത്തെ ഒരു വീഡിയോ. ഗാർഡൻ. കാണുന്നുണ്ട്. അവിടെ പോയപ്പോ ഇവിടെ ഇപ്പൊ സൂപ്പറായിട്ട് കാണാം. ഇപ്പൊ നല്ല രസമാണ്. മാമിനെ കാണാൻ നല്ല രസമുണ്ട്. കരണ്ട് പോയിട്ടാണ്. നമുക്ക് മറ്റേ ചാലഞ്ച് ചെയ്താലോ ഇപ്പൊ, മറ്റേ ക്ലാസ്സിൽ വെള്ളം വെച്ചിട്ട്. നമ്മളീ മറ്റേ കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് നമ്മൾ ഈ മണവാട്ടികളൊക്കെ വീഡിയോ പിടിക്കുമ്പോ ആ ഒരു ഇത് ലൈറ്റ് ചെയ്ത് ഞാൻ തരാം. മഞ്ഞപ്പൊടി ചെയ്യാം മിസ്സേ. ആ കഥ പറഞ്ഞ മഞ്ഞപ്പൊടി ചാലഞ്ച് ചെയ്യാൻ പറ്റിയ അവസരമാണ് നമുക്കിപ്പോ. ക്ലാസ്സും ഇല്ല, വെള്ളമില്ല. കാണുന്നില്ലല്ലേ? അതെ, എനിക്ക് കുറെ ദിവസമായി ഇപ്പം ടീച്ചേഴ്സിനെ ആരെയും കാണുന്നില്ല. കുറെ ദിവസമായി പ്രശ്നം വന്നിട്ട്. ഞാനൊന്ന് പറയുന്നൊന്ന് കേൾക്കോ നിങ്ങള്? ഒന്നും മിണ്ടാതിരുന്നേ. ഫാൻ ഓഫ് ചെയ്യുമ്പോഴാണ് ലൈറ്റ് പോകുന്നത്. ഫാൻ ഓൺ ചെയ്തപ്പോ എനിക്ക് നിങ്ങൾ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഓഫ് ചെയ്തത്. പക്ഷെ രണ്ടും കൂടെ ഒരേ കണക്ഷൻ കൊടുത്തിരിക്കുന്നതാണ്, അതുകൊണ്ട് രണ്ടും ഓഫായി. ഓക്കെ, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ലൈറ്റ് ഇടാതെ ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ലൈറ്റ് ഇടാം. രണ്ടും ഭയങ്കര ശബ്ദവും. മിസ്സിനെ കറക്റ്റ് ആയിട്ട് കാണാം മിസ്. അപ്പൊ കുഴപ്പമില്ല, ലൈറ്റ് ഇടാണ്ട് തന്നെ മിസ്സിന്റെ കംഫർട്ട് പോലെ ചെയ്തോ. ഓക്കെ ഓക്കെ, യെസ്. നമ്മൾ എന്താ പറഞ്ഞത്? ട്രീ റൂഫിംഗ് ക്ലാസ്സസ് അല്ലേ? ട്രീ റൂഫിംഗ് ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണ്? മരച്ചുവട്ടിലായിരുന്നു പഠിക്കുന്നത്. ക്ലാസ് റൂമുകളായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ഇത് സ്ട്രക്ചർ ഓഫ് ക്ലാസ് റൂമിലെ ഒരു ടൈപ്പ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ 4 ടൈപ്സ് ഓഫ് ക്ലാസ് റൂംസ് ആണുള്ളത്. ഏതൊക്കെയാണ്? RC സെന്ററിങ്, ടൈൽ റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ്, ടാച്ചർ റൂഫിംഗ്. 4 ടൈപ്സ് ആണുള്ളത്. 4 ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടോ? ക്ലിയർ ആണ്. അതാരത്? അടുത്തത് വരുന്നത് ഫ്ലോറിംഗ്. Whatever may be the roofing, the flooring is normal to be cement. The mud flooring, even it is treated by cow dung, will make the legs and dress of the students dirty. So a lot of problem arise in it. So the modern Montessori insists the students sit on the floor. Parents expect only furniture. If the furniture is not available, the teacher should spread something like a mat or carpet on the floor. ഇനി നമ്മൾ നോക്കുന്നത് ഫ്ലോറിംഗ് എങ്ങനെയാണെന്നാണ്. നമുക്കറിയാം മിക്ക സ്കൂളുകളിൽ, നോർമൽ സ്കൂളുകളൊക്കെ എന്തായിരിക്കും? മിക്കതും സിമെന്റ് ആയിരിക്കും അല്ലെ? സിമെന്റുള്ള തറകളായിരിക്കും ഉണ്ടാവില്ല. പിന്നെ മഡ് ഫ്ലോറിംഗ് ഉണ്ടായിരുന്നു. മഡ് ഫ്ലോറിംഗ് എന്താണ്? മഡ് ചെളി വെച്ചിട്ട് നമ്മളുടെയൊക്കെ തലയിൽ ആവശ്യത്തിന് കൂടുതലുള്ള സാധനം അല്ലെ? കളിമണ്ണ്. ഓക്കെ, എല്ലാരും പറയാറില്ല തല്ലിരിക്കുന്നത് അല്ലെങ്കിൽ കളിമണ്ണാണെന്ന് പറയും. സത്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മളൊരു മന്ദബുദ്ധിമിനെ പോലെയൊക്കെ പെരുമാറില്ലേ? നമ്മള് അങ്ങനെ പെരുമാറാറില്ലേ? ഒന്നും അറിയാത്ത പോലെയൊക്കെ. നമ്മളുടെ ഉണ്ട് ഒരു അസ്വാഭാവികത്വം, നമ്മളുടെ എല്ലാവർക്കും ഉണ്ട്. കുറെ സമയത്തൊക്കെ നമ്മുടെ റിലേ പോകാറുണ്ട്, ചിലപ്പോ പറയുന്നൊന്നും കേൾക്കില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. യെസ്. ഓക്കെ, അപ്പൊ മഡ് ഫ്ലോറിംഗ് ഉണ്ട്. പക്ഷെ പിന്നെ അതുപോലെ തന്നെ എന്താണ്? ഈവൻ ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ബൈ കൗ ഡങ്. ഇനി മഡ് ഫ്ലോറിംഗിന്റെ പോലെ തന്നെ നമ്മൾ എന്താണ്? കൗ ഡങ് ഫ്ലോറിംഗ് ഉണ്ട്. അതായത് ചാണകം മെഴുകിയ സ്കൂളുകൾ അല്ലെ? ചാണകം മെഴുകിയ തറ കണ്ടിട്ടില്ലേ നിങ്ങള്? പഴയ വീടുകളിലൊക്കെ ചാണകം മെഴുകുമായിരുന്നു. പഴയ വീടുകള്, പല്ലശ്ശന അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനത്തെ വീടുകൾ ഇപ്പോഴും ഉണ്ടെന്ന് പറയണ്ട. ഞങ്ങളുടെ അവിടെ എപ്പോഴും ചെയ്യാറുണ്ട്.
ഞാൻ പണ്ട് കളരി പഠിച്ചോണ്ടിരുന്നത് ചാണകം മെഴുകിയ ഒരു കളരി ഉണ്ടായിരുന്നു, ഒരു ആശാനുള്ള ഒരു കളരി. കുഞ്ഞില് കളരി ഇല്ലേ നമ്മൾ എഴുത്ത് പഠിക്കുന്ന സയൻസി കളരി പഠിച്ചിട്ടുണ്ടോ? കളരി എന്ന് പറഞ്ഞാൽ ഇതല്ല, മറ്റേ ആയോധനകളില്ല. ഞാൻ പഠിച്ചിരിക്കുന്ന ആയോധനകല തൈക്കോണ്ടോ, മാർഷൽ ആർട്സ് തൈക്കോണ്ടോ. അതെന്താണോ? അത് നമ്മുടെ ജൂഡോ കരാട്ടെ ഒക്കെ പോലത്തെ വേറെ ഐറ്റം. ഒരാളും നമ്മുടെ കൂടുതൽ അങ്ങനെ ഉള്ളത് നല്ലതാണ് അല്ലെ? ഞാൻ ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് ഡാൻ ആണ്. സൂക്ഷിക്കണം. ആ കളരിയല്ല ഞാൻ പക്ഷെ ഉദ്ദേശിച്ച കളരി നമ്മൾ നഴ്സറിയിലൊക്കെ നേരത്തെ പഠിക്കില്ല, ഒരു ആശാനുള്ള കളരി. മനസ്സിലായോ? ഓക്കെ. പക്ഷെ ഇങ്ങനത്തെ ഫ്ലോറിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് കുട്ടികളുടെ കാലുകളിലും ഡ്രസ്സിലൊക്കെ അഴുക്കാവെന്ന് പറഞ്ഞിട്ട് അത് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തു. അതായത് എന്താണ് കുഞ്ഞുങ്ങളുടെ പോണെങ്കിൽ ക്ലീൻ ചാണകം മെഴുകിയ സ്കൂളിൽ മട്ടിനകത്തെല്ലാം കളർ ആവാനുള്ള സാധ്യത ഉണ്ട് അല്ലെ? അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ പിന്നീട് ഇതൊക്കെ മാറ്റാനുള്ള കാരണം വെച്ചാൽ ഇതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയ പിന്നെയാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ മാറ്റാൻ ആരംഭിച്ചത്. A lot of problem arising from Madam Montessori. പക്ഷെ മോണ്ടിസോറി പറയുന്നത് എന്താണ്? Insist the students sit on the floor. കുട്ടികളെ തറയിൽ ഇരുന്ന് പഠിക്കണമെന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. പക്ഷെ പാരന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഫർണിച്ചറിൽ ഇരുന്ന് മാത്രമായിരിക്കണം കുഞ്ഞുങ്ങൾ പഠിക്കണമെന്നാണ് പാരന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത് എന്താണ്? കുഞ്ഞുങ്ങള് തറയിൽ ഇരുന്ന് കൊണ്ട് തന്നെ പഠിക്കണം. അതെന്തുകൊണ്ടാണ് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ. If the furniture is not available, ഇനി ഫർണിച്ചർ ഒന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഡെസ്കോ ബെഞ്ചസോ ഒന്നും ഇല്ലെങ്കിൽ the teacher should spread something like a mat or carpet on the floor. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താണ്? ടീച്ചർ ഒരു മാറ്റ്, പായോ അല്ലെങ്കിൽ കാർപ്പറ്റ് എന്താണ്? പരവതാനി അല്ലെ? നമ്മള് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള പരവതാനികൾ ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് വേണം കുഞ്ഞുങ്ങളെ തറയിൽ ഇരുത്തി പഠിപ്പിക്കാൻ എന്നാണ് ഇവിടെ പറയുന്നത്. മോണ്ടിസോറി പറയുന്നത് കുഞ്ഞുങ്ങളെന്നും തറയിലിരുന്നും തന്നെ പഠിക്കണം. അതായത് അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ എളുപ്പത്തിലാവുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പോസ്റ്റേഴ്സ്, അവരിരിക്കുന്ന പോസ്റ്റേഴ്സ് പൊസിഷൻസ് ഒക്കെ ഇപ്പൊ നമ്മള് ഡെസ്കിൽ ഇരിക്കുന്ന സമയത്ത് ഒരേ പൊസിഷനിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലെ? ബെഞ്ചിലും ഡെസ്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരേ പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ നമ്മളൊരു മാറ്റ് അല്ലെങ്കിൽ കാർപ്പറ്റ് വെച്ചിട്ട് താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ എന്താണ്? നമുക്ക് പല പൊസിഷൻസിൽ ഇരിക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ബോഡി എന്താണ് ടൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നില്ല. ബോഡിക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും മൂവ്മെന്റ്സ് നടക്കും. വളരെ ഈസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് എന്താ താഴെ ഇരിക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മോണ്ടിസോറി കുഞ്ഞുങ്ങള് ഫ്ലോറിൽ ഇരുന്ന് കൊണ്ട് പഠിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ. അതായത് തറയിലല്ല, അല്ലെങ്കിൽ മാറ്റോ അല്ലെങ്കിൽ ഒരു കാർപ്പറ്റോ ഉപയോഗിച്ചിട്ട് വേണം കുഞ്ഞുങ്ങളെ തറയിൽ ഇരുത്തി പഠിപ്പിക്കാനുണ്ട്. പിന്നെ വേറൊരു ഉദ്ദേശവും കൂടി ഉണ്ട്. കുട്ടികള് ഇത് ഫോൾഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് മടക്കാനും നിവർത്താനും ഒക്കെ പഠിക്കും കുഞ്ഞുങ്ങള് അല്ലെ? ആദ്യത്തെ ക്ലാസ്സിൽ ടീച്ചർ കാണിച്ചു കൊടുക്കും. പിന്നത്തെ ക്ലാസ്സിൽ എന്താണ്? കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ മാറ്റ് എടുത്തുകൊണ്ട് തന്നെ അത് നിവർത്തുന്നു. ദെൻ ക്ലാസ് കഴിയുന്ന സമയത്ത് എന്താണ്? കുട്ടികൾ തന്നെ അത് മടക്കാനും നിവർത്താനൊക്കെ പഠിക്കുകയാണ്. ഓക്കെ. അപ്പൊ അതിന് ആ ഒരു ആക്ടിവിറ്റി കൂടി അവിടെ നടക്കുന്നുണ്ട്. കുട്ടികളൊക്കെ പല സാധനങ്ങൾ ഇങ്ങനെ റോൾ ചെയ്യാനൊക്കെ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് മാറ്റ് റോൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയില്ലേ നിങ്ങള്? അതായത് രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മോണ്ടിസോറി പറഞ്ഞ പോലെ എന്താണ്? തറയിൽ ഇരിക്കുമ്പോൾ കുട്ടികളുടെ പൊസിഷനിങ് ഓക്കെ ആവും. അതോടൊപ്പം തന്നെ എന്താണ്? അവർക്ക് അത് റോൾ ചെയ്യാനും അല്ലെങ്കിൽ അത് നിവർത്താനും അടുക്കാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ. മിസ്സേ, എന്തോ? എന്റെ കുട്ടി പ്രീ കെജിയിലാണ് പഠിക്കുന്നത്. അപ്പൊ അവനിക്ക് ഇതുപോലെ സ്കൂളിൽ നിന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗ മാറ്റ് കൊടുത്തു വിടണമെന്ന്. അവർക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കസാരയിൽ ഇരുന്നല്ല അവര് കളിക്കുന്നതെല്ലാം ഈ മാറ്റ് അവർ സ്വയമേ നിവർത്തി വെച്ച് അവർ സ്വയമേ അവർക്ക് അവരുടേതായ ടോയ്സ് എല്ലാ ഫ്രണ്ട്സും ഒരുമിച്ചിരുന്നാണ് അവർ കളിക്കുന്നതും. അതുപോലെ തന്നെ ഇപ്പൊ ചില സമയത്തൊക്കെ ഇങ്ങനെ അതിൽ തന്നെ ഇരുന്ന് എക്സസൈസ് ചെയ്യിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം എന്നെ കൊച്ചി ഇതുപോലെ തന്നെ പ്ലേയിൽ ഒരു വർഷം ഇരുന്നതാണ്. പക്ഷെ ആ സമയത്ത് ഉണ്ടായില്ല. പക്ഷെ ഈ തവണ അവിടെ മോണ്ടിസോറിയുടെ ഒരു പ്രത്യേക വേറൊരു മിസ് വന്നു അവിടെ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ആ മിസ്സിന്റെ ഒരു ഇതിലൂടെയാണ് ഈ തവണ ഇങ്ങനെ യോഗ മാറ്റ് വേണം എന്നൊക്കെ പറഞ്ഞത്. നല്ല കാര്യമാണ് അത്. മോണ്ടിസോറിയിൽ അങ്ങനെയാണ് കേട്ടോ. ചില സ്കൂളുകൾ അങ്ങനെയായിരിക്കും. ചിലതിൽ ചെറിയ ബെഞ്ച് ആൻഡ് ഡെസ്ക് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് അതൊക്കെ എങ്ങനെയാണെന്ന് പഠിക്കും. ഓക്കെ. അപ്പൊ ഫ്ലോറിങ് മനസ്സിലായല്ലോ? നോർമൽ ടൈപ്പിൽ സിമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് മഡ് ഫ്ലോറിംഗ് ഉണ്ടാവും, കൗ ഫ്ലോറിംഗ് ഉണ്ടാവും.
ഔട്ടർ ഫ്ലോറിംഗ് ഉണ്ടാവും. പിന്നെ അത് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഫ്ലോറിംഗ് രീതി മാറ്റി പിന്നെയാണ് മോണ്ടിസോറി പ്രായഘട്ടത്തെ കുട്ടികളെ തറയിലിരുന്ന് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ് മാത്സ് അല്ലെങ്കിൽ കാർപ്പറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ തറയിലിരുത്തി പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ ആരംഭിച്ചത്. മോണ്ടിസോറി മെത്തേഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറൊരു കാര്യം ടീച്ചർ പറയട്ടെ, ഞാൻ നിങ്ങളോട് പറഞ്ഞാന്നറിയില്ല, വൈവയുടെ കാര്യം പറഞ്ഞ നിങ്ങളോട് ടീച്ചർ. നിങ്ങള് ക്ലാസ് ഒക്കെ എടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ തിയറീസ് ഒക്കെ കേട്ട് പോകുന്നുണ്ട് അല്ലെ? അപ്പൊ തിയറി ഒക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ ടീച്ചർ ഇപ്പൊ ഫ്ലോറിങ്ങിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് പറഞ്ഞു. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് പോയിക്കോളൂ കേട്ടോ. കാരണം തിയറിന്ന് നമ്മൾ ചോദ്യം ചോദിക്കും, 1 or 2 ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ചോദിക്കും കേട്ടോ. അപ്പൊ തിയറി മറക്കാതെ ഒന്ന് ശ്രദ്ധിച്ചു, വെറുതെ വായിച്ചു പോവാതെ തിയറിയിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം ഞാനൊരു വലിയൊരു അപരാധം ചെയ്തു വൈവ ചെയ്തപ്പോ. ഡിഫൻസ് മെക്കാനിസത്തിന് ചോദ്യം ചോദിക്കും കുട്ടികളോട്, കുട്ടികളിൽ നിന്ന് വെള്ളം കുടിച്ചു. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ മിസ് ചോദ്യം ചോദിക്കാൻ വന്നാൽ ഞങ്ങൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതല്ല, നിങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാമെന്നുള്ളൊരു ഡ്യൂട്ടി ആരുടെയാണ്? നിങ്ങളുടേതാണ്. എന്ത് ചോദിക്കുന്നത് പ്രാക്ടീസിനെ കുറിച്ച് നമ്മൾ ചോദിക്കും, ഏതാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്തത്, ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊക്കെ ചോദിക്കും. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് 2 കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ ചോദിക്കട്ടെ ചോദ്യം, മനസ്സിലാവും അറിയാൻ വേണ്ടിയിട്ടാണ്. ട്രൈ ചെയ്യാം. എളുപ്പമാണ്, വളരെ എളുപ്പമായിട്ട് ചോദിച്ചാൽ. ഇപ്പൊ ആരെ പറയണം? പേര് വേണം ഒരാളുടെ. നമുക്ക് നൗഫലേന്ന് എടുക്കാം. നൗഫല റൂമിലേക്ക് പോവാണ് കേട്ടോ. ടീച്ചർ ഇങ്ങനെയല്ല, വളരെ ഫ്രീ ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. നൗഫല റൂമിലേക്ക് പോകുന്ന സമയത്ത് നൗഫലയുടെ റൂമിൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ടേബിളിന്റെ മുകളിൽ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ടായിരുന്നു. ഓക്കെ, നൗഫലയുടെ കൈ തട്ടി ഗ്ലാസ് താഴെ വീട് പൊട്ടി. ഗ്ലാസ്സിൽ പാലം എന്തോ മറ്റേ വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് പൊട്ടി വശം നൗഫല കൊച്ചെടുക്കുകയാണ് ഉമ്മിച്ചിനോട്. ഉമ്മിച്ചി എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഉമ്മിച്ചി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഉമ്മിച്ചിന്റെ എനിക്ക് ഗ്ലാസ് പൊട്ടിപ്പോയത്. ഉമ്മിച്ചിനോട് ഒന്നും പറയാതെ തന്നെ, ഉമ്മിച്ചിക്ക് ഒന്നും പറയാൻ അവസരം കൊടുക്കാതെ തന്നെ ഉമ്മിച്ചിനോട് നൗഫല ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതേത് മെക്കാനിസമാണ്? ഡിഫൻസ് മെക്കാനിസം. അതേത് ഡിഫൻസ് മെക്കാനിസം? ഒന്നുകൂടി പറയാം. ഒരാളുടെ കുറ്റം ചെയ്തത് ആരാണ്? നൗഫലയാണ്. നൗഫലയുടെ കുറ്റം നൗഫല ഉമ്മച്ചിയിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഒരാളെ ചെയ്ത കുറ്റം മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിന് നമ്മൾ എന്ത് പേരാ പറയുന്നത്? പ്രൊജക്ഷൻ ആണോ? പ്രൊജക്ഷൻ. എനിക്ക് മാം ചോദിച്ചപ്പോഴേ ഒന്ന് ഓർമ്മ വന്നു, പക്ഷെ പേര് മറന്നുപോയി. അതാ മിണ്ടായിരുന്നു. കിട്ടി, പ്രൊജക്ഷൻ മനസ്സിലായി. സെയിം എക്സാമ്പിൾ പറഞ്ഞിട്ട് തന്നെ അന്ന് ക്ലാസ് എടുത്തത്. പക്ഷെ പേര് അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. വൈവിലെ കുട്ടികൾക്ക് അത് ഭയങ്കര വിഷമമായിട്ട് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ചർച്ച ചെയ്യുന്ന ടീച്ചർ കുഴപ്പിച്ച് കളഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം പരമാവധി ഹിൻസ് കൊടുത്ത് പറയിപ്പിച്ച് 2 പേര് മാത്രം പറയാത്തില്ല, ബാക്കി 3 പേരും പറഞ്ഞു. പിന്നെ ഒരെണ്ണം കൂടി ചോദിച്ചു കേട്ടോ. ഏതാണ്? ഒരു എക്സാമ്പിൾ കൂടി നോക്കൂ. നിങ്ങള് ഒരു ആക്സിഡന്റ് കണ്ടു നിൽക്കുകയാണ്. ഒരു ആക്സിഡന്റ് പെട്ടെന്ന് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആക്സിഡന്റ് കണ്ടു. ആക്സിഡന്റില് ആൾക്ക് നന്നായിട്ട് രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ആൾക്കാരൊക്കെ കൂടെ വന്ന സമയത്ത് ചിലപ്പോ റിലേറ്റീവ്സ് ഒക്കെ വന്ന് കരയാനൊക്കെ തുടങ്ങി. കരയാൻ നിന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളത് കണ്ടു നിൽക്കണം. നിങ്ങൾക്ക് അത് കണ്ടിട്ട് പറ്റുന്നില്ല. കണ്ട പക്ഷെ നിങ്ങൾ എന്ത് പെട്ടെന്ന് വണ്ടിക്ക് തിരിച്ചു പോകും. അതേത് സിറ്റുവേഷൻ ആണ്? അതേത് ഡിഫൻസ് മെക്കാനിസം ആണ്? വിഡ്രോവൽ. ഇതൊക്കെ പറയിപ്പിക്കും. ബാക്കി അങ്ങോട്ടൊക്കെ ചോദിച്ചു നോക്കിട്ട് സബ്ലിമേഷൻ, റിപ്രഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വെള്ളം കിട്ടും അല്ലേ? ഇല്ല മാം, അത് ചോദിക്കുന്ന ഈ ഒരു കാര്യമുണ്ട്. എക്സാമ്പിൾ അനുസരിച്ചിരിക്കും. അത് ശരിയാ. ഒരുപാട് എക്സാമ്പിൾ ഉണ്ടല്ലോ. നമ്മുടെ മോക്ക് ടെസ്റ്റിന് നമുക്ക് പാടായിരുന്നു. പിന്നെ ആ കുട്ടിക്ക് 12 മെക്കാനിസം പഠിച്ചത് മെക്കാനിസം പോലും അറിയില്ല, ഓർമ്മയുണ്ടായില്ല. പിന്നെ അങ്ങനെയൊക്കെ ചില കുട്ടികൾ തിയറി പാട്ടൊന്നും നോക്കാണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇതൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ആൾക്കാരല്ലേ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയാക്കുന്നല്ലേ നിങ്ങൾക്ക്? അല്ലാതെ നിങ്ങൾക്ക് പോയിരുന്നു പഠിച്ചിട്ട് കിട്ടിയതല്ലോ. ആണോ? എന്താ മാം?
നിങ്ങൾക്കിത് ക്ലാസ്സിൽ നിന്ന് കിട്ടിയാക്കണതല്ല, അല്ലാതെ നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് പഠിച്ചാൽ ഇതുപോലെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പറയണേ. ഓർമ്മ എഴുതി വെച്ചിട്ടുണ്ട് എക്സാമ്പിൾസ്. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുക. അതേപോലെ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇല്ല. ഇല്ല. അതിന്റെ ടെസ്റ്റ് വന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള മാം, കാരണം അത് പഠിച്ചിട്ടില്ല. അതിനെ 2 തിയറി പഠിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മള് ബ്രൂണറുടെ തിയറി പഠിച്ചു, ഒന്ന് പിയാഷയുടെ തിയറി പഠിച്ചു. ബ്രൂണറുടെ തിയറിക്ക് 3 സ്റ്റേജ് ആണ്, പിയാഷയുടെ തിയറിക്ക് 4 സ്റ്റേജ് ആണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ബ്രൂണറുടെ തിയറിയിലെ ഫസ്റ്റ് സ്റ്റേജ് പറയാൻ പറഞ്ഞു. അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ ഹിൻസ് കൊടുത്തിട്ടും പറയണില്ല. ലാസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞിട്ടും ആ കുട്ടി എത്തുന്നില്ല. ലാസ്റ്റ് ഞാൻ തന്നെ ഇത്രയും പറയേണ്ടി വന്നു. ഇപ്പൊ എന്താണ്, ആളെ നോക്കിയിട്ടില്ല, തിയറി പോലും പഠിച്ചിട്ടില്ല. 3 സ്റ്റേജ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബ്രൂണറുടെ 3 സ്റ്റേജുകള്. ടീച്ചർ എക്സാമ്പിൾ പറയാം. സിംബോളിക് സ്റ്റേജ്, അത് ഓർമ്മ. ആക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. അത് ഓർഡറിലാണ് കേട്ടോ, ഒരിക്കലും തെറ്റിപ്പോകരുത്. ഒരു ഓർഡറിൽ തന്നെ പറയാം. ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇപ്പൊ ഞാൻ ചോദിക്കും, ബ്രൂണറുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആക്റ്റീവ് സ്റ്റേജ് ആണ്. ഇനി കുട്ടി സിമ്പിൾസിലൂടെ നോളജ് അക്വയർ ചെയ്യുന്നത് ഏത് സ്റ്റേജ് ആണ്? സിമ്പിൾസിലൂടെ നോളജ് പഠിക്കുന്നത് സിംബോളിക്. ആക്ഷൻസിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ കുട്ടി പഠിക്കുന്നത് ഏത് സ്റ്റേജ് ആണ്? ഇതേപോലെ ചിലപ്പോ ചോദിച്ചതൊക്കെ എനിക്ക് കേട്ടോ, എനിക്ക് എന്റെ കൈ കിട്ടിയാൽ ഞാൻ ചോദിച്ചോ പഠിക്കും. ഇതേപോലെ എനിക്കുള്ള ചോദിക്കണത്. അത് പഠിക്കും. നിങ്ങൾ പറയാം, നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ പറയാം, നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഏത് തിയറി ചോദിച്ചാലും നിങ്ങൾ പറയാം. ഇത് മാത്രം ചോദിക്കുള്ളൂ, വേറെ ചോദിക്കില്ല. ഓക്കെ. പിന്നെ ഇതേപോലെ 4 ടൈപ്സ് ഓഫ് ഫ്ലോറിംഗ് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? RC റൂഫിംഗ് ഉണ്ട്, ടൈൽ റൂഫിംഗ് ഉണ്ട്, പിന്നെ എന്താണ് താച്ചർ റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ പറയാം. നിങ്ങൾ പറയുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ പറയുന്നത് പറഞ്ഞില്ലെങ്കിലാണ്. പറയാൻ വേണ്ടി മാക്സിമം ഹിൻസ് ഇട്ട് തരും. എനിക്ക് തോന്നി ആ കുട്ടിക്ക് എത്രയോ പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, ഹിൻസ് പറഞ്ഞിട്ടും ഒരു എന്താന്നറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു. മാറി നിൽക്കാൻ ഞാൻ വിളിച്ചു പോന്ന് കൊണ്ടുവന്നിരുത്തില്ല, വൈകി ചെയ്യാണ്ട് മാറി നിൽക്കുന്നതായിരുന്നു. വിളിച്ചു കൊണ്ടുവന്നിരുത്തില്ല. ആള് ആകെ ഇതായി. എന്നിട്ട് ഗ്രൂപ്പിൽ അതറിയില്ലായിരുന്നു. നമുക്കും ഉണ്ടോ നേരിട്ട്? പിന്നെ ഉണ്ടല്ലോ, നമ്മള് കോൺവൊക്കേഷന് മുമ്പ് നമ്മൾ പ്രാക്ടിക്കൽ സെഷന് നേരിട്ട് കാണും. ആ സമയത്ത് പ്രാക്ടിക്കലിന് വരാൻ പറ്റാത്തോ? ഓൺലൈനിൽ ചെയ്യേണ്ടി വരും. നമുക്ക് വൈകുണ്ടോ? ഇപ്പൊ MT5 ഞാൻ പറയട്ടെ, MT5 ഒരു 60-70 സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ 45 പേരോട് മാത്രമേ നമ്മുടെ ഓഫ്ലൈൻ വൈദ്യം അറ്റൻഡ് ചെയ്തുള്ളൂ. ബാക്കി കുട്ടികൾ വന്നില്ല. വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വരാതെ എടുത്തു. അല്ലാതെ നിങ്ങൾ അങ്ങനെ മാറ്റി വെക്കരുത്. വരാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം മാത്രമല്ല നമ്മൾ ഓൺലൈൻ ചെയ്യും. അല്ലാത്ത പക്ഷം നേരെ ഇവിടെ വരണം. നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ കാണിച്ചു തരില്ലേ? പ്രാക്ടീസ് കാണിക്കുമ്പോ നിങ്ങൾ റെക്കോർഡ് സൈൻ ചെയ്യണ്ടേ? അതൊക്കെ ഓൺലൈനിൽ കൂടി പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ നമ്മൾ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ, അതാണ് ചോദിച്ചത്. ഈ പ്രാക്ടിക്കൽ സെഷൻ ശരിക്കും എപ്പോഴാണ് ഉണ്ടാവുക? പ്രാക്ടീസ് സെഷൻ നമ്മുടെ ലാസ്റ്റ് ആണ്. നമ്മുടെ പാർട്ട് 3, 4 ഒക്കെ കഴിഞ്ഞ് ഡിസംബറൊക്കെ ആവോ? ഡിസംബറോട് പോവില്ല. ഇല്ല, ഞാൻ വരാൻ പറ്റാത്തവരെ റെക്കോർഡൊക്കെ സൈൻ ചെയ്യുക എങ്ങനെയാ മാം? വരാൻ പറ്റാത്തവരുടെ റെക്കോർഡിന്റെ കാര്യമാണ്. ഒന്നില്ലെങ്കിൽ കോൺവൊക്കേഷൻ വരുമ്പോൾ കൊണ്ടുവരേണ്ടി വരും. കുറെ പേര് അങ്ങനെ വന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. വൈവ വന്ന് അറ്റൻഡ് ചെയ്യണം. വൈവയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മോണ്ടിസോറിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ ഈ ലൈവില് കാണിക്കുന്നതിനല്ലായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം കൂടി കിട്ടിയത്. ശരിക്കുള്ള പ്രാക്ടീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ റിയൽ ലൈഫിൽ ചെയ്യാണത്. അത് കുട്ടികൾ എന്ത് സന്തോഷത്തോടെ ചെയ്തതെന്ന് പറയാം. ഭയങ്കരമായിട്ടൊക്കെ ചെയ്ത് ആക്ടിവിറ്റി ഒക്കെ അവർ നന്നായിട്ട് ചെയ്തു. പക്ഷെ വൈവയിൽ കുറെ പേര് കൊടുങ്ങി. ഇത് ഗ്രൂപ്പിൽ ഭയങ്കര ഇടിയാണ്. ടീച്ചർ ഇത് ചോദിച്ചു, ഫിറ്റ്നസ് പ്രകാശം ചോദിച്ചു, ഭയങ്കര ഇടിയടക്കെ എന്നോട് വേറൊരു കുട്ടി ഇൻഫോം ചെയ്തു. എനിക്കൊരു MT5 ഒരു ചാനലുണ്ട്. ആ കുട്ടി പറഞ്ഞു, ടീച്ചറിനെ പറ്റി ഇവിടെ ഭയങ്കര പ്രശ്നമുണ്ട്. ടീച്ചർ ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ച വിഷയത്തെ പറ്റി എനിക്ക് ചോദിക്കാൻ ഇഷ്ടമില്ലേ? ഞാൻ ചോദിച്ചു. കുട്ടി പറയാത്തത് കുട്ടി പഠിക്കാത്തതിന് കുഴപ്പമല്ലേ അല്ലേ? അത് ക്ലാസ്സിൽ കയറിയിട്ടുള്ള റെക്കോർഡർ ക്ലാസ് കാണുന്ന ആളാണ്.
അപ്പൊ പല ക്ലാസ്സുകളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ പഠിക്കാനുള്ള ഭാഗം ആരാണെങ്കിലും എങ്ങനെയും പഠിക്കട്ടെ. ഡിസംബറിൽ മാത്രം, അതെ ഡിസംബറിൽ വരുള്ളൂ ആ നാട്ടില്. അതിന് മുമ്പ് ഉണ്ടാവുള്ളൂ എന്തായാലും. നോക്കാം നമുക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മോഡൽ എക്സാമിന്റെ മാർക്കൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ? ലാസ്റ്റ് ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ അസൈൻമെന്റ്, വർക്ക്, അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ മോഡൽ എക്സാമിന്റെ മാർക്ക് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഫൈനൽ എക്സാമിന്റെ മാർക്ക് ഇടുക. അല്ലല്ല, നമ്മുടെ അത് മാത്രമാണ് നമ്മുടെ അസൈൻമെന്റ്സ്, ആക്ടിവിറ്റി, റെക്കോർഡ്, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയെങ്കിൽ അതിന്റെ മാർക്ക്, ടീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക്, വൈദ്യയുടെ മാർക്ക്, ഇതൊക്കെ നോക്കിയിട്ടാണ് എല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ മോഡൽ എക്സാമിന്റെ മാർക്ക് കുറഞ്ഞു പോയാൽ അതൊരു പ്രശ്നമാണല്ലേ? അല്ല, മോഡൽ എക്സാമിന്റെ മാർക്ക് എല്ലാം നോക്കുന്നത്, മെയിൻ എക്സാമിന്റെ മാർക്ക് നോക്കുന്നത്. മാം പറഞ്ഞപ്പോ എനിക്കാകെ ടെൻഷൻ ആവുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ കുറെ മാസങ്ങളായി ക്ലാസ് ഒന്നും കാണാതിരുന്നത്. എന്നിട്ട് മോക്ക് ടെസ്റ്റ് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്യലുണ്ട്. അത് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറെ ക്ലാസ് കണ്ടില്ല. കുറെ ഫാമിലി കേസ് ആയതുകൊണ്ട് എനിക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. മൈൻഡൊന്നും ഇതില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു 3-4 മാസം ഞാൻ ക്ലാസ് കണ്ടേയില്ല. അപ്പൊ ഞാൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാ. പിന്നെ ആദ്യം ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തു. മാം ഇപ്പൊ നിങ്ങൾ എക്സാം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഓൺലൈൻ പഠിക്കാറുണ്ടോ? എങ്ങനെ മാം? നിങ്ങൾ എല്ലാവരും കൂടി എക്സാമിന്റെ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഗ്രൂപ്പിൽ ഡിസ്കസ് ഒക്കെ ചെയ്യാറുണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കും. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവര് എന്താന്ന് വെച്ചാല് നമ്മളെ ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാരും ഹെൽപ്പ് ചെയ്യുന്നവരാ. എന്റെ ഒരു റിലേറ്റീവ് തന്നെ ഇതില് നമ്മുടെ സ്മാർട്ട് സിറ്റിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് പറയുന്നതായിട്ടായിരുന്നു, എന്താ വെച്ചാൽ ഒരാൾ ഒരു ഹെൽപ്പ് പോലും ചെയ്യാത്ത ആൾക്കാരാണ് നമ്മളെ ഗ്രൂപ്പിൽ. അപ്പൊ ഇനി ഞാൻ അതിൽ നിന്ന് വേറെ ഇതിലേക്ക് ജോയിൻ ചെയ്യാന്നാണ് വിചാരിച്ചത്, വേറെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. പക്ഷെ എനിക്ക് ഇതേപോലത്തെ ഒരു ഫ്രണ്ട്സിനെ കിട്ടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാനും കുറെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്കും ഇതേപോലെ കുറച്ച് മക്കൾക്കൊന്നും സുഖമില്ലാഞ്ഞിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട്. പക്ഷെ ഇതിലല്ല ഇടുന്നുണ്ട് ക്ലാസ്സും. കേൾക്കുന്നുണ്ട് പറഞ്ഞോ. നിങ്ങൾ എക്സാം ആവുന്ന സമയത്തെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ്, നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയില്ലേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവരും അങ്ങനെ കേട്ടെങ്കിലും പഠിക്കും. സമയം കിട്ടാത്തതുകൊണ്ടാണ് എക്സാം എടുക്കുമ്പോൾ ചെയ്യാം. ചെയ്യാം. തമന്നക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ആരാണോ തമന്നെ ഹെൽപ്പ് ചെയ്യണത്, ബാക്കി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാതെ. തമന്നോട് ഞാൻ പറഞ്ഞുള്ളൂ. എക്സാം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ്, വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ വോയിസ് നോട്ട് ഇട്ട് പഠിക്കുക. അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി അതിന് ഉപകാരം. ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള മോക്ക് ടെസ്റ്റിന്റെ അകത്തൊക്കെ ഉള്ളതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തൊക്കെ ഇട്ട് ഒന്നും കൂടെ എല്ലാവർക്കും കൂടെ ഒന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. അത് നല്ലതാണ്, അങ്ങനെ ചെയ്യാം. ഇപ്പൊ MP5 കുട്ടികൾ അവിടെ സൂം മീറ്റിംഗ് നടത്തുമായിരുന്നു. ഒരു രാത്രി 9:30 മുതൽ 11:30 വരെ അവരൊന്നും പഠിക്കുമായിരുന്നു. അതായത് എല്ലാവരും ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. അങ്ങനെയാണ് അവർ എല്ലാവരും എക്സാം എഴുതുന്നത്. എല്ലാവർക്കും നല്ല മാർക്കാണ്. എല്ലാവരും 95-ന് മേലെ, 90-ക്ക് മേലെ എല്ലാവർക്കും മാർക്ക്. അതായത് ഈ മോക്ക് ടെസ്റ്റ് തന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടിരുന്നപ്പോ റിവൈസ്, ഞാൻ പറയാറില്ല, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ബ്രെയിനിലൊക്കെ സ്റ്റക്ക് ആവും, പിന്നെ പോയില്ല. ഡിഫറൻസ് മെക്കാനിസം ഒക്കെ അവർ ഇതേപോലെ പഠിച്ചതാണ്. കുറെ പിള്ളേർ തിയറീസിൽ നോട്ടുകൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതേപോലെ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നിങ്ങളുടെ സമയവും സന്ദർഭമൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും. ഓക്കെ, അപ്പൊ നിങ്ങളും പഠിക്കും, കൂടെ ഉള്ളവരും പഠിക്കും. എല്ലാവർക്കും അത് ഒരു ഉപകാരമായിരിക്കും അങ്ങനെ പഠിക്കുന്നത്. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ പരീക്ഷ, വൈവ, ഇതൊന്നും പറഞ്ഞ ആരും ഒരു ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. അങ്ങനെയാണെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നോക്കിയവരില്ലേ നിങ്ങൾ. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതിനൊന്നും ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, മോക്ക് ടെസ്റ്റിംഗ് അല്ലാതെ ഒന്നും വരില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. ഇനി വന്നാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ചോദിക്കുള്ളൂ. പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാവുന്നത് മാത്രമേ അങ്ങനെ ഇട്ടുള്ളൂ. പേടിക്കേണ്ടത് ഓർത്ത് എന്നെ വിശ്വസിക്കോ? എന്റെ ഭാഗത്തുനിന്ന് വിശ്വസിക്കോ കേട്ടോ. ബാക്കിയുള്ള ടീച്ചർമാരെ എനിക്ക് അറിയില്ല. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഇടുള്ളൂ കേട്ടോ. അതൊന്നും പേടിക്കണ്ട. മാം, മോക്ക് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ? അത് ശരിക്കും നമ്മൾ പഠിക്കണം? ഇല്ല, പഠിക്കണ്ട. അതോടെ
അല്ല അങ്ങനെയല്ല, മോക്ക് ടെസ്റ്റിന് മാത്രമുള്ളത് ശരിക്കും പഠിക്കണം. ബാക്കി നമ്മൾ നോട്ടും കാര്യങ്ങളൊന്നും റിവൈൻഡ് ചെയ്ത് അങ്ങനെയൊന്നും പഠിക്കണമെന്നില്ല എന്നാണ് ഇതൊക്കെ പറഞ്ഞത്. പഠിച്ചു തന്നിരിക്കുന്ന എല്ലാം പഠിച്ചോളൂ. ഒരു ചാപ്റ്റർ എടുക്കുക, ക്വസ്റ്റ്യൻസ് പഠിക്കുക, അടുത്ത ചാപ്റ്റർ എടുക്കുക, ക്വസ്റ്റ്യൻസ് പഠിക്കുക, ടെക്സ്റ്റ് വായിച്ചു വെക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അത് വായിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക. ഓക്കെ, പരീക്ഷയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ സിസ്റ്റർ? എക്സാമിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ? പറഞ്ഞിട്ടു അടുത്ത ആഴ്ച വീക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോ അടുത്ത ആഴ്ച ഉണ്ടാവും. അപ്പൊ ആദ്യം മുതലേ ഓരോന്ന് പഠിച്ചു തുടങ്ങിക്കോളൂ. നോട്ടിൽ എഴുതിയിട്ടില്ലേ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ? എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. എഴുതി കിട്ടാത്തവർക്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങളൊന്ന് നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇവിടെ ഏത് മോക്ക് ടെസ്റ്റ് ചോദിച്ചാലും അവർ ഇട്ട് തരും. ഇല്ലാത്തത് ഏതാണെന്നുള്ളത് ചോദിച്ചാൽ അവർ ഇട്ട് തരും. ഓഫീസിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി ഇന്ന് മുതൽ അങ്ങ് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വീക്കിൽ ഇന്നൊരു എക്സാം ഉണ്ടാവും. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഡിഫൻസ് മെക്കാനിക്സിന്റെ ഫാദർ ആരാണ്? സൈക്കോളജിയുടെ ഫാദർ ആരാണ്? വില്യം വൂണ്ട്. വില്യം വൂണ്ട്. മാം ഇനി ഒരുപാട് പഠിപ്പിക്കൂ, ഞാൻ ലീവ് ചെയ്തോട്ടെ? ചെയ്തോ. ഓക്കെ, താങ്ക് യു. ടിയാഷയുടെ സ്റ്റേജ് പഠിച്ചിട്ടുണ്ട് നമ്മൾ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ? അതില് തേർഡ് സ്റ്റേജ് ഏതാണ്? തേർഡ് സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. വെരി ഗുഡ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, സോറി സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ മോട്ടോർ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ മോട്ടോർ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, അതിൽ കുട്ടികളെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പഠിക്കുന്നത് ഏത് സ്റ്റേജിലാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, ഇനി അനിമിസം എന്ന് പറഞ്ഞൊരു സംഭവമാണ് പറഞ്ഞിട്ടുണ്ടായത് നമ്മൾ. അനിമിസം അതായത് ജീവനുള്ള വസ്തുക്കളെ ജീവൻ ഉണ്ടായിട്ട് കുട്ടികൾ കാണുന്നത്, അത് ഏത് അതും പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. പറയാം. അപ്പൊ അതൊക്കെ 6 ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു ഇല്ലേ? അതൊക്കെ തന്നെ പരീക്ഷയ്ക്ക് വരുള്ളൂ കേട്ടോ. ഓക്കെ, അവിടെ വരെ എടുത്തോ. പരീക്ഷ ആയതുകൊണ്ടാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. പിന്നെ വേറെ എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്തത് ആരാണ്? ഇഷാമിസ് ആണല്ലേ എടുത്തത്? അതെ, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല മാം, അത് ഓൺ ഗോയിങ് ആണ്. ആണോ? കംപ്ലീറ്റ് ആയി മാം. കംപ്ലീറ്റ് ആയി. ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫാദർ ആരാണ്? ഇ.എൽ. തോർണ്ടിക്. ഓക്കെ, എഡ്യൂക്കേഷൻ സൈക്കോളജി ഡാഷ് എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി? ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ് കേട്ടോ, അത് ഓർത്ത് വയ്ക്കണേ. അതിലെ 5 കീ ഫാക്ടറിനെ പഠിപ്പിച്ചെന്നാ ടീച്ചർ? എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ 5 കീ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? ലേണർ, അപ്പൊ എങ്ങനെ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ വരുന്നത്? ചിലപ്പോ ഓഡ് 1 ഔട്ട് കൊടുത്തിട്ട് ഇപ്പൊ ഇതിന്റെ 4 തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ പ്രോസസ് ഉണ്ടാവും, ദ ലേണിംഗ് എൻവയോൺമെന്റ്. ദെൻ 4ാമത്തെ ഓപ്ഷൻ ചിലപ്പോൾ വേറെ ആയിരിക്കും അല്ലെ? ഓർഗനൈസേഷനോ വേറെ എന്തെങ്കിലും സെറ്റിംഗ്സ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ ഓഡ് 1 ഏതാണെന്നതിന്. അങ്ങനെ ആയിരിക്കും അതിലെ ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ?
ഒറ്റയാനെ കണ്ടെത്താന്ന് പറഞ്ഞില്ലേ നമ്മൾ 1 ഔട്ട്. മനസ്സിലായില്ലേ? മനസ്സിലായി. വേറെ അതിൽ നിന്ന് വരാനുള്ളത് അതിൽ നമ്മൾ ആ മെത്തേഡൊക്കെ പഠിച്ചില്ലേ, ഇൻട്രോസെപ്ഷൻ മെത്തേഡ്, അതൊക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു. ടീച്ചർ പറഞ്ഞല്ലോ അതൊക്കെ ആത്മപരിശോധന രീതിയെ പറ്റിയൊക്കെ. ഇൻട്രോസെപ്ഷൻ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, എക്സ്പീരിമെന്റൽ മെത്തേഡ് ഇതൊക്കെ പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചു. ഇൻട്രോസെപ്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിലേക്ക് ടോർച്ച് അടിച്ച് നോക്കിയതിലുള്ള ലുക്കിംഗ് വൺ സെൽഫ് അല്ലെ, നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആത്മപരിശോധനാ രീതി എന്നാണ് പറയുന്നത്. ആരായിരുന്നു അതിന്റെ ഫാദർ ഇൻട്രോസെപ്ഷൻ മെത്തേഡിന്റെ? അത് പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞില്ല. ഹൂസ് ഫാദർ ഓഫ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് പോരും കേട്ടോ. പരിചയമുള്ള ആളാണ്, പരിചയമുള്ള ആളാണ് നമുക്ക്. സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെ. അതെനിക്കറിയില്ല, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. അറിയാവുന്ന ഒരു പേരാ. ബ്രൂണർ ആണോ? നീ കുറെ പേരുടെ പേര് പറഞ്ഞു. അറിയാവുന്ന കുറെ സൈക്കോളജിസ്റ്റുള്ള പേരൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? വില്യം വോണ്ടന്റിന്. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുള്ളത് പറഞ്ഞോ, ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ആൽബർട്ട് ബെൻഡൂര. ആൽബർട്ട് ബെൻഡൂര സോഷ്യൽ ലേണിംഗ് തിയറി ആണ്. ആൽബർട്ട് ബെൻഡൂര അല്ല. വില്യം വുണ്ടന്റാണ് പിള്ളേരെ. ഫാദർ ഓഫ് സൈക്കോളജി ഇൻട്രോസെപ്ഷൻ മെത്തേഡ് ഒക്കെ ആരുടെ തന്നെയാണ്? വില്യം വുണ്ടന്റിന്റെ ആണ് കേട്ടോ. ഞങ്ങള് പറഞ്ഞായിരുന്നു, മനങ്ങിയില്ല. ഞാൻ കേട്ടില്ല. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, അത്രയൊക്കെ ചെയ്യാനുള്ളൂ. ഓക്കെ, ഹറി ബറിന്ന് ആരും പഠിക്കണ്ട, വളരെ റിലാക്സ് ചെയ്ത് വൈകുന്നേരം. നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത്? എല്ലാവർക്കും എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ആവുന്നത്? ഞാൻ പറയട്ടെ, നിങ്ങൾ ഫ്രീ ആവുന്ന സമയം എപ്പോഴാണ്? ശരിക്കും ക്ലാസ്സിൽ കയറുമ്പല്ലേ ഫ്രീ ആകും. നൈറ്റ്, രാത്രി. ഓക്കെ, എങ്കിലും രാത്രി ഒരുപാട് നേരമൊന്നും എടുക്കണ്ട. ഇപ്പൊ ഒരു ദിവസം ഒരു 2, 3, 4 ചാപ്റ്റർ 3 ചാപ്റ്റർ ഒക്കെ തീരുന്ന രീതിയിൽ എടുത്താൽ മതി. അടുത്ത ആഴ്ചയിലെ പരീക്ഷ അങ്ങനെ തീർക്കും. പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ കുറച്ച് കൂടുതലായി ഇരുന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു. മെയിൻ എക്സാം വരുന്നത് ഇപ്പൊ ഏത് മാസമായിരിക്കും? മെയിൻ എക്സാമിന്റെ സമയം എടുക്കുമോ? നമ്മുടെ പ്രാക്ടിക്കൽസിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ? ഏത് മന്താണെന്ന് അറിയാൻ വേണ്ടിട്ടോ. ജ്യോതി ചെന്നൈയിൽ നിന്ന് പോന്നോ? തിരിച്ചു വന്നോ? ഇല്ല മാം, ചെന്നൈയിലാണ് മാം. ചെന്നൈയിൽ മഴയുണ്ടോ? ഇല്ല മാം, നല്ല വെയിലാണ്, ചൂടാണ്. സൈൻ ഔട്ട് ആരാണ്? ഞാൻ പറയാം. ഓക്കെ, നാളെ അല്ലേ നമ്മുടെ ജോലി ചേച്ചിയുടെ മോന്റെ കല്യാണം അല്ലേ? വിളിച്ചിട്ടില്ലേ നമ്മളെ? നാളെയാണ് കല്യാണമല്ല, എൻഗേജ്മെന്റ് ആണ് അല്ലേ? ഓക്കെ, കല്യാണം 12-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഇനി എന്താ പറഞ്ഞല്ലേ? ഓക്കെ, ആയിഷ ഞാൻ റെക്കോർഡിൽ ഞാൻ ഒരു ചെറിയ സോങ് എഴുതിയതായി പാടെ. We can smell, here is my ears, we can hear, here is my eyes, we can see, here is my tongue, we can eat, here is my skin, we can feel. Thank you ma'am for your wonderful class. Thank you friends. And sign out by Aisha. Thank you so much. താങ്ക് യു. താങ്ക് യു. ശരി കേട്ടോ, അപ്പൊ പഠിക്കാനേ പോയിരുന്നത്. ഓക്കെ മാം.